മായ ഒരു സാന്നിധ്യം നമുക്ക് സമാപന സമ്മേളനത്തിൽ ഉണ്ടാകണമെന്ന് നമ്മൾ ചിന്തിച്ചപ്പോൾ ഓരോ മലയാളിയുടെയും സംസ്കാരത്തിന്റെ ഭാഗമാണ് മമ്മൂക്ക എന്നുള്ളത് ഞങ്ങൾ തിരിച്ചറിഞ്ഞു. സുഹൃത്തുക്കളെ, കുറച്ച് കൂടുതൽ സംസാരിക്കേണ്ടി വരുമല്ലോ ഈ ഒരു വിഷയത്തെക്കുറിച്ച് എന്നുള്ളതാണ്. സംസാരിക്കുന്നത് ദിവ്യ എസ് അയ്യർ IAS ആണ്. ഇന്ത്യൻ കൾച്ചറൽ കോൺഗ്രസ്സിൽ മമ്മൂട്ടി എന്ന് പറയുന്ന നടനും നമ്മുടെയൊക്കെ കേരളത്തിൻ്റെ ഒരു അഭിമാന സ്തംഭം എന്നൊക്കെ പറയാം. നമുക്കൊരു അഭിമാനം തോന്നുന്ന ഒരു മനുഷ്യനാണ്. അയാളുടെ നാട്ടിൽ ഞാനുണ്ടല്ലോ, അയാൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ എന്ന കാര്യത്തിൽ നമുക്കൊരു വലിയ അഭിമാനമൊക്കെ ഫീൽ ചെയ്യും. അങ്ങനെ ഒരു അഭിമാനം ഫീൽ ചെയ്യുന്ന ഒരു സമയത്താണ് ദിവ്യ എസ് അയ്യർ എന്ന് പറയുന്ന സത്യസന്ധമായി മാത്രം കാര്യങ്ങളിൽ ഇടപെടുന്ന വളരെ വൃത്തിയായിട്ട് നല്ല ധിഷണാശാലിയായിട്ടുള്ള ദിവ്യ എസ് അയ്യർ പറയുന്നത്, ഒരു കൾച്ചറൽ കോൺഗ്രസ്സിൽ ആര് സംസാരിക്കണമെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെയൊക്കെ ഒരു അഭിമാനമായ മമ്മൂക്ക സംസാരിക്കണമെന്നാണ് ഇവർക്ക് തോന്നിപ്പോയത് എന്നുള്ളതാണ്. ആദ്യം ഇവർ കേൾക്കാം ഇവർ പറഞ്ഞത്. ഏറ്റവും വിശിഷ്ടമായ ഒരു സാന്നിധ്യം നമുക്ക് സമാപന സമ്മേളനത്തിൽ ഉണ്ടാകണമെന്ന് നമ്മൾ ചിന്തിച്ചപ്പോൾ ഓരോ മലയാളിയുടെയും സംസ്കാരത്തിന്റെ ഭാഗമാണ് മമ്മൂക്ക എന്നുള്ളത് ഞങ്ങൾ തിരിച്ചറിഞ്ഞു. എനിക്ക് അതാണ് ഇഷ്ടമായത്. ഓരോ മലയാളിയുടെയും സംസ്കാരത്തിന്റെ ഭാഗമാണ് മമ്മൂക്ക എന്നുള്ളതാണ്. മലയാളി സംസ്കാരത്തിന്റെ ഒരു അംബാസിഡർ ആയിട്ട്, മലയാളി സംസ്കാരത്തിന്റെ ഒരു ഉദാഹരണമായിട്ട് ദിവ്യ എസ് അയ്യർ മുന്നോട്ട് വയ്ക്കുന്നത് മമ്മൂട്ടി എന്ന് പറയുന്ന ആ ഒരു മനുഷ്യനാണ്. പിന്നെ പൊന്നു സുഹൃത്തുക്കളെ, നടനൊന്നും ഞാൻ പറഞ്ഞിട്ടേ ഇല്ല, മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യനാണ്. കാരണം നമ്മളുടെ എല്ലാവർക്കും മമ്മൂട്ടി എന്ന് പറയുന്ന ആ ഒരു നടനെ ഇഷ്ടമാവുന്നത് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് മമ്മൂട്ടി എന്ന് പറയുന്ന ആ ഒരു മനുഷ്യന് ഇഷ്ടപ്പെടുന്നതോട് കൂടിയിട്ടാണ്. ചില ആൾക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തോട് കൂടിയിട്ട് ഈ മനുഷ്യനെ കൂടുതൽ ഇഷ്ടപ്പെട്ട് വരികയാണല്ലോ എന്ന്. കാരണം ഇയാൾക്ക് അറിയാം എന്ത് സംസാരിക്കണം, എങ്ങനെ സംസാരിക്കണം, എങ്ങനെ പെരുമാറണം എന്ന കാര്യങ്ങളൊക്കെ വളരെയധികം നല്ല ബോധ്യമുള്ള ഒരു മനുഷ്യൻ. എവിടെയാണ് തൻ്റെ വാക്കുകൾ പ്രയോഗിക്കേണ്ടതെന്ന് കൃത്യമായിട്ട് ബോധ്യമുള്ളൊരു മനുഷ്യൻ. എൻ്റെ സുഹൃത്തുക്കളെ, മലയാളി സംസ്കാരത്തിൻ്റെ അംബാസിഡർ എന്ന രീതിയിലൊക്കെ ഇദ്ദേഹത്തെ ഉയർത്തി കാണിക്കുമ്പോൾ ഏതൊക്കെ തലങ്ങളിലേക്ക് നമ്മൾ ചിന്തകളെ കൊണ്ടുപോകണമെന്നതാണ്. ബാക്കി കേൾക്കാം. അദ്ദേഹം നവരസ നായകനും അഭിനയ ചക്രവർത്തിയും മാത്രമല്ല, എങ്ങനെയാണ് ഒരുപക്ഷെ ഒരു വലിയേട്ടൻ ഉണ്ടാവേണ്ടത് എന്ന് നമ്മെ പഠിപ്പിച്ച വ്യക്തിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നവരസ നായകൻ എന്നാണ് ദിവ്യ എസ് അയ്യർ അദ്ദേഹത്തെ വിളിക്കുന്നത്. അങ്ങനെ നവരസ നായകനും നല്ല അഭിനേതാവും മാത്രമല്ല, എങ്ങനെയാണ് ഒരു വല്യേട്ടൻ ഉണ്ടാവേണ്ടത്? എൻ്റെ സുഹൃത്തുക്കളെ, നമ്മുടെ മലയാളികളിൽ ആർക്കാണ് ഇദ്ദേഹം ഒരു നല്ല വല്യേട്ടനായിട്ടുള്ളത്? ഞാൻ പറയാം, നിങ്ങൾ പക്ഷേ ചിന്തിച്ച് മെനക്കെടുന്നും വേണ്ട. മോഹൻലാലിനാണ്. മോഹൻലാലിന് താൻ ഒരു വല്യേട്ടനായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അത് മോഹൻലാൽ മമ്മൂക്കയാണ് കാണുന്നത്. ഇച്ചാക്ക എന്നാണ് വിളിക്കുന്നത്. മമ്മൂക്കയെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ വിളിക്കുന്ന ഒരു പേരാണ് ഇച്ചാക്ക. അത് വിളിക്കാൻ അധികാരമുള്ള ഏക മനുഷ്യൻ അത് മോഹൻലാലാണ്. അദ്ദേഹം വളരെ സ്വാതന്ത്ര്യത്തോടു കൂടിയിട്ട്, വളരെ ഇഷ്ടത്തോടു കൂടിയിട്ട് തൻ്റെ ഏട്ടനെ പരിചരിക്കുന്ന പോലെ, തൻ്റെ ഏട്ടനെ തൊടുന്ന പോലൊക്കെയാണ് അദ്ദേഹം തൊടുക. കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടിരിക്കും, ശ്രീനിവാസൻ ചേട്ടൻ മരിച്ച സമയത്ത് അവിടെ ഇരിക്കുന്ന മമ്മൂക്കയുടെ പുറകിലൂടെ വന്ന് മമ്മൂക്കയുടെ തോളിൽ കൈവച്ച് സമാധാനിപ്പിക്കുന്ന രീതിയുണ്ട്. ഈ കൈകൾ കൊണ്ടൊരു തട്ടലാണ്, ഒരു ടാപ്പിംഗ് ആണ്. ഈ ഒരു സൈഡിൽ ഈ ഭാഗത്ത് തോളിലൂടെ കൈയിട്ടൊരു ടാപ്പിംഗ് ആണ്. അത് ആരാന്ന് തിരിഞ്ഞു നോക്കി മനസ്സിലാക്കേണ്ട അവസ്ഥയൊന്നും മമ്മൂക്കയ്ക്കില്ല. അത് മനസ്സിലാകുന്നു മനുഷ്യനാണ്. തിരിഞ്ഞു നോക്കാതെ തന്നെ മനസ്സിലാകുന്നു ഇത് ലാലാണ്, എൻ്റെ ലാലാണ്, മോഹൻലാലാണ്. അങ്ങനെ പലരുടെയും ഒരു റോൾ മോഡലായിട്ട്, പലരുടെയും ഒരു വല്യേട്ടനായിട്ട് മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ മാറുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞിട്ടില്ല കേട്ടോ, ഇനിയുണ്ട്. ഇങ്ങനെയാണ് ഒരു ഭർത്താവ് ഉണ്ടായിരിക്കേണ്ടത് എന്ന് നമ്മെ പഠിപ്പിച്ച വ്യക്തിയാണ്. എങ്ങനെയാണ് ഒരു അച്ഛനായിരിക്കേണ്ടത് എന്ന് നമ്മളെ പഠിപ്പിച്ച വ്യക്തിയാണ്. അങ്ങനെ തന്റെ ഓരോ കഥാപാത്രത്തിലൂടെയും നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ഒരു മിനിറ്റ് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് ഇവർക്ക് കിടക്കാം. എങ്ങനെയാണ് ഒരു നല്ല ഭർത്താവ് ആകേണ്ടത്, എങ്ങനെയാണ് നല്ല അച്ഛനാകേണ്ടത്. എനിക്ക് രണ്ടാമത്തെ കാര്യം പറഞ്ഞ് നമുക്ക് ഒന്നാമത്തിലേക്ക് വരാമെന്ന് വിചാരിക്കുന്നു. ദുൽഖർ എന്ന് പറയുന്ന ആ ഒരു നടനെ എങ്ങനെ വേണമെങ്കിലും ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്ന ഒരാളാണ് മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ. ഒരു സംശയമില്ല. ദുൽഖർ എന്ന് പറയുന്ന തൻ്റെ മകനെ എങ്ങനെ വേണമെങ്കിലും, എത്ര മാസ്
എത്ര പണം ചെലവാക്കി വേണമെങ്കിലും ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്ന ഒരു നടനാണെന്നേ, ഒരു മഹാനടനാണ്. പണം കൊണ്ടും മറ്റുമൊക്കെ അത്രയ്ക്കധികം ഉയരം നിൽക്കുന്നുണ്ട് മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ. പക്ഷേ ഒരു തരിമ്പ് പോലും അദ്ദേഹത്തിന് വേണ്ടിയിട്ട്, ദുൽഖറിന് വേണ്ടിയിട്ട് ഇദ്ദേഹം ശ്രമിച്ചിട്ടില്ല. ഞാൻ കഷ്ടപ്പെട്ടൊക്കെ തന്നെ വന്നേ, താൻ അങ്ങനെയൊക്കെ തന്നെ വന്നാൽ മതി. അങ്ങനെ നേടിയെടുക്കുന്നതിന് വേറൊരു മധുരമുണ്ട് എന്ന് സ്വന്തം മകനെ പഠിപ്പിച്ചൊരു അച്ഛനാണ്, ഒരു ബാപ്പയാണ്. അതായത് കഷ്ടപ്പെട്ടിങ്ങനെ നേടിയെടുക്കുന്നതിന് അപാരമായിട്ടുള്ള മധുരമുണ്ട് എന്ന് സ്വന്തം മകനെ പഠിപ്പിച്ചതാണ്. നോക്കുക, അദ്ദേഹത്തിന് ആദ്യ സിനിമ വരുമ്പോൾ മമ്മൂട്ടിയുടെ മകൻ്റെ സിനിമ വരുന്നു എന്ന് പറയുന്ന കോലാഹലത്തോട് കൂടിയിട്ടൊന്നല്ല ആ സിനിമ വന്നത്. ആ സിനിമയിൽ തന്നെ അവസാനം മമ്മൂട്ടിയുടെ മകനായിട്ട് ദുൽഖർ കൊല്ലപ്പെടുന്നതായിട്ടാണ് ആ സിനിമയിൽ കാണിക്കുന്നത്. നോക്കൂ, മോഹൻലാലിൻ്റെ മകൻ്റെ സിനിമ വരുന്ന സമയത്ത് ഭയങ്കര ആൾക്കൂട്ടമായിരുന്നു, ഭയങ്കര PR വർക്കായിരുന്നു. ലാലിൻ്റെ മകൻ അഭിനയിക്കുന്നു എന്ന് പറഞ്ഞൊരു ഭയങ്കര PR വർക്ക് നടത്തിയിട്ടാണ് ആ സിനിമ വന്നത്. പക്ഷേ ദുൽഖർ അങ്ങനെയല്ല വന്നേ, വളരെ സൈലൻ്റ് ആയിട്ട്. ഫ്രൈഡേ, ഐ ഫോർഗെറ്റ് ദ നെയിം ഓഫ് ദ മൂവി, എൻ്റെ ഒരു വലിയ പ്രശ്നമാണ് അതൊക്കെ. ഫ്രൈഡേ സംതിങ് ലൈക്കാണ് ആ സിനിമയുടെ പേര്. എന്തായാലും അതിലാണ് അദ്ദേഹം വരുന്നത്. വളരെ സൈലൻ്റ് ആയിട്ട് വന്നിട്ട് ഇപ്പോൾ നമ്മുടെ തെന്നിന്ത്യ മുഴുവൻ ഭരിക്കുന്ന ഒരവസ്ഥയിലേക്ക് അദ്ദേഹം മാറുന്നുണ്ട് എന്നതാണ്. രണ്ടാമത്, ഭർത്താവ് എന്ന് പറയുന്ന ആ ഒരു സംഗതി പലപ്പോഴും മമ്മൂക്ക പറഞ്ഞിട്ടുണ്ട്. നടനെയല്ല അവൾ കിട്ടിയത്, ഒരു സാധാരണ വക്കീലിനെയാണ് അവൾ കിട്ടിയത്, പിന്നീടാണ് ഞാൻ നടനായത്. എല്ലാ ഭാഗ്യത്തിൻ്റെയും പുറകിൽ അവളുണ്ട്. ഒപ്പം തന്നെ എല്ലാ ബന്ധങ്ങളും തുടങ്ങുന്ന ഭാര്യ എന്ന് പറയുന്ന ആ ഒരു ബന്ധത്തിൽ നിന്നാണ് എന്നടക്കം പലപ്പോഴും അവരെക്കുറിച്ച് പറഞ്ഞിട്ടേ ഉള്ളൂ. യാത്രകൾ പോകുമ്പോഴെല്ലാം ഒപ്പം കൂട്ടുന്ന, നടക്കുമ്പോഴെല്ലാം അവരെ കൈകൾ മുറുകെ പിടിക്കുന്ന ആ ഒരു മനുഷ്യനെ കണ്ടുകൊണ്ട് തന്നെയാണ് പല ആൾക്കാരും എന്തുകൊണ്ട് താൻ അങ്ങനെ ചെയ്യുന്നില്ല എന്നുള്ള പല തോന്നലിലേക്കൊക്കെ മാറിപ്പോയിട്ടുള്ളത്. ഒരു നല്ല ഭർത്താവാണ്, ഒരു നല്ല തന്തയാണ്, സോറി മോശമാക്കല്ലേട്ടാ, ഒരു നല്ല അപ്പനാണ്, ബാപ്പയാണ്. കുടുംബത്തിന്റെ, നമ്മുടെ പ്രതീക്ഷകളുടെ, നമ്മുടെ ധാരണകളുടെ, നമ്മുടെ ബന്ധങ്ങളുടെ, നമ്മുടെ ജീവിത രീതിയുടെ ഒരു ഭാഗമായ വ്യക്തിത്വമാണ് എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിന്റെ സാന്നിധ്യം നമുക്ക് ഏവർക്കും ഏറെ ആനന്ദകരമാണ്, ആഹ്ലാദകരമാണ്. ഒപ്പം ഞങ്ങൾക്ക് ഏറെ സവിശേഷവുമാണ്. അതിയായ സ്നേഹത്തോടു കൂടി മമ്മൂക്കയെ ഞങ്ങളുടെ ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. എൻ്റെ സുഹൃത്തുക്കളെ, എനിക്ക് അത്ഭുതം തോന്നുന്നത് ഇവരെത്ര ചുരുങ്ങിയ വാക്കിലൂടെയാണ് മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യനെ അങ്ങോട്ട് വരച്ചു വെച്ചത്. ഒരു മിനിറ്റ് എത്ര ഉണ്ടാവും സമയം, അതാ നോക്കുന്നത്. എന്തായാലും വളരെ കുറച്ച് സമയത്തിനുള്ളിൽ മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യനെ അവരവരുടെ വാക്കുകൾ കൊണ്ട് വരച്ചു വെക്കുകയാണ്. നമ്മുടെ സംസ്കാരത്തിൻ്റെയും നമ്മുടെ ധാരണകളുടെയും. കാരണം മമ്മൂട്ടിയുടെ ധാരണയാണ് എൻ്റെ ധാരണ, മമ്മൂട്ടി ചിന്തിക്കുന്ന പോലെ ചിന്തിക്കാനാണ് എനിക്കിഷ്ടം എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ ഈ അടുത്ത ചില വിഷയങ്ങളെ കുറിച്ചൊക്കെ മമ്മൂട്ടി അഭിപ്രായം പറയുമ്പോൾ ശരിയാണല്ലോ, അങ്ങനെയാണോ നമ്മൾ ചിന്തിക്കേണ്ടത് എന്ന തോന്നലിലേക്കൊക്കെ എല്ലാം പോകുന്ന ആളുകളുണ്ട് എന്നതാണ്. എന്തായാലും ഒരു അടിപൊളി മനുഷ്യൻ. നമ്മുടെയൊക്കെ ഒരു ചിലപ്പോൾ ഇങ്ങനെ വെറുതെ കുറേ പറഞ്ഞുകൊണ്ടിരിക്കും. എന്തായാലും സുഹൃത്തുക്കളെ, ഞാൻ നിർത്തുന്നു. ബൈ.